എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് ഇറങ്ങാൻ സമയം ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ആദ്യം ഞാൻ ക്രീമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പൗഡറൊക്കെ ഇട്ട് പെട്ടെന്ന് ഷടപടയെന്ന് റെഡി ആവുകയാണ്. അപ്പോൾ ഞാൻ പിരിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. ഇവിടെ IT പഠിച്ച കൊച്ചിൻ്റെ കല്യാണമാണ്. അപ്പോൾ ആള് എൻ്റെ പ്രായമൊന്നും അല്ല, നമ്മുടെ അനിയത്തിമാരുടെ പ്രായമൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും 10:15 ആകുമ്പോഴത്തേക്കും ആറ്റിങ് എത്താമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡി ആവുകയാണ്. റെഡി ആവാനായിട്ട് കുറച്ച് ലേറ്റായി. ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് നടന്നു വേണം സ്റ്റോപ്പിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ധൃതി വെച്ച് റെഡിയാവുകയാണ്. ആദ്യം പൗഡർ ഇട്ട് കണ്ണൊക്കെ എഴുതി. ഒരു വർഷത്തിന് ശേഷമാണ് എല്ലാവരുമായിട്ട് കാണാനൊക്കെ ആയിട്ട് പോകുന്നത്. ഇടയ്ക്ക് ചിലരെയൊക്കെ കാണുമായിരുന്നു. 1 ഇയർ ആയിരുന്നു നമ്മുടെ IT ലൈഫ്. അടിപൊളിയായിരുന്നു. എല്ലാവരുമായിട്ട് സൂപ്പറായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു. എല്ലാവരും ആറ്റിങ് എത്താന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും വന്നിട്ട് ഒന്നിച്ച് അവിടെ നിന്ന് പോകാന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ലേറ്റ് ആവാതെ നേരത്തെ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ധൃതി വെച്ച് റെഡി ആവുന്നത്. ഇപ്പം ഞാൻ ഇതുപോലൊരു കാര്യത്തിന് പോകാൻ ഇറങ്ങിയാൽ നേരത്തെ എത്തണമെന്ന് പറഞ്ഞ് എല്ലാം റെഡിയായി തുടങ്ങും. പക്ഷേ എത്തുമ്പോഴത്തേക്കും ഞാൻ ലേറ്റ് ആയിട്ടായിരിക്കും എത്തുന്നത്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ലേറ്റ് ആവല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് റെഡി ആവുകയാണ്. മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് കല്യാണത്തിന് ഇടുന്ന ടോപ്പ്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അപ്പോൾ കൈ ഇതാ ഇതുവരെ ഉണ്ട്. ടോപ്പ് ഞാൻ ഒരുപാട് ടൈറ്റ് ആക്കാതെ കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് അടിച്ചേക്കുന്നത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കറുത്ത പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാച്ചൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇറങ്ങാം. ഇനി എനിക്ക് മുടിയും കൂടി കെട്ടണം. അപ്പോൾ ഞാൻ വാച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ മുടി ഇതാ ഇങ്ങനെയാണ് കെട്ടുന്നത്. കുറച്ച് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പോർഷൻ പിറകിലോട്ട് എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പ് വെക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ കെട്ടുകയാണ്. ഇനി നമുക്ക് ബാക്കിൽ മുടിയിൽ ഇങ്ങനെ ഒരു ക്ലിപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതായത് ഈ ഒരു ക്ലിപ്പാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് എൻ്റെ ഓഫീസിൽ ലാസ്റ്റ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് രാഗി ചേച്ചി തന്ന ഗിഫ്റ്റാണ് ഈ ഒരു ക്ലിപ്പ്. കുറേ സാധനങ്ങൾ ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഒരു ക്ലിപ്പാണ് ഇത്. അപ്പോൾ ഞാൻ ഒരു ക്ലിപ്പാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മുടിയെല്ലാം കെട്ടിക്കഴിഞ്ഞു. ഒരു കമ്മലും ഓഫീസിൽ ചേച്ചിമാർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അവരെല്ലാവരും തന്ന ഗിഫ്റ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാവേ. അപ്പോൾ കമ്മൽ ഇടാനായിട്ട് ഊരിയപ്പോൾ കമ്മൽ താഴെ പോയി. പിന്നെ കുറേ നേരം ഞാൻ അന്വേഷിച്ചതിന് ശേഷമാണ് കമ്മൽ കണ്ടുപിടിച്ചത്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഞാൻ ഫുള്ള് റെഡി ആയി കഴിഞ്ഞ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഇതാണ്. റെഡി ആയി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ സമയത്ത് ഞാൻ എല്ലാവരും ഫോണൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും എവിടെ എത്തി എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ആറ്റിങ്ങ പോകാൻ ഒരുപാട് ദൂരമില്ല. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ആറ്റിങ്ങ എത്തും. പിന്നെ ഞാൻ സമാധാനമായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ സ്റ്റോപ്പിലോട്ട് നടന്നു പോവുകയാണ്. സ്റ്റോപ്പ് എത്തി, പിന്നെ ബസ്സിൽ കയറി ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ ആറ്റിങ്ങ എത്തിയിട്ടുണ്ടായിരുന്നു. ആറ്റിങ്ങ സ്റ്റാൻഡിൽ എത്തിയതിനു ശേഷം ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദിത്യ വന്നു. പിന്നെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഇതാണ് രാജി. അത് കഴിഞ്ഞ് ജീവ വന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരെയും കാണുന്നത്. അതിൻ്റെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നികിത വന്നു. അങ്ങനെ നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ബസ്സിൽ വേണം പോകാൻ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനി വെഞ്ഞാറുമൂട് ബസ്സിൽ കയറിയിട്ട് വാളക്കാടാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്ഥലത്ത് എത്തി. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് വീട്ടിലോട്ട് കുറച്ച് നടന്നു പോകണം. 11:30 തൊട്ട് 12 മണി വരെയാണ് കല്യാണ ടൈം പറഞ്ഞേക്കുന്നത്. അതാണ് അജിമി ചേച്ചി. ചേച്ചി ഞാനും IT പഠിക്കുന്ന സമയത്ത് നല്ല കൂട്ടായിരുന്നേ. ചേച്ചിനെയൊക്കെ ഒരുപാട് നാൾക്ക് ശേഷമാണ് കാണുന്നത്. അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കല്യാണ പെണ്ണിനെ കാണാനായിട്ട് പോയേ. അവളെ പേര് ഫർഹാന എന്നാണ്. അപ്പോൾ നമ്മൾ പോയി അവളുടെ അടുത്ത് കുറച്ച് നേരം നിന്ന് സംസാരിച്ചു. അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. ഫർഹാനെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അവൾ മേക്കപ്പ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു. അവൾ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്ത് കുറച്ച് നേരം വന്ന് നിന്ന് എല്ലാവരും പഴയ IT പിടിച്ച ആ ഒരു വൈബ് തന്നെ ആയിരുന്നു. പുറത്തൊക്കെ നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. ആർക്കും ഒരു മാറ്റവും ഇല്ല. എല്ലാവരും പഴയത് കണക്ക് തന്നെയാണ്. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് എണീറ്റപ്പോഴത്തേക്കും കല്യാണ ചെറുക്കനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ കല്യാണം കാണാനായിട്ട് വിടാമെന്ന് നിന്നു. അങ്ങനെ താലികെട്ടെല്ലാം കഴിഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ഇട്ടു. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നേ. കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് കാണാൻ പറ്റി. എല്ലാവരും കൂടെ ഒന്നിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു ഡേ ആയിരുന്നേ ഇന്ന്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പോയി കണ്ടിട്ടുണ്ടായിരുന്നേ. രണ്ടുപേരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ നിന്നു. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ രണ്ടുപേരും ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റോപ്പിലോട്ട് നടന്നു പോകണം. അപ്പോൾ ടാറ്റാ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.